തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. ജാർഖണ്ഡിൽ മുഖ്യമന്ത്രി മാറ്റമെന്ന സൂചന. ഖനന അഴിമതി കേസിൽ ഹേമന്ത് സോറനെ ഇഡി ചോദ്യം ചെയ്യാനിരിക്കെ ഭരണകക്ഷിയായ ജെഎംഎമ്മിന്റെ അടിയന്തര നിയമസഭാ കക്ഷിയോഗം റാഞ്ചിയിൽ ചേരുകയാണ്. ഹേമന്ത് സോറനെ ഇഡി അറസ്റ്റ് ചെയ്താൽ ഭാര്യ കൽപ്പന സോറൻ മുഖ്യമന്ത്രിയായേക്കും. അല്പസമയത്തിനകം ജെഎംഎം വാർത്താ സമ്മേളനം നടത്തും. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. ആർ കെ, ഏതാണ്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷം 30 ദിവസങ്ങൾക്ക് ശേഷം ഹേമന്ത് സോറൻ പുറത്തു വന്നു. അദ്ദേഹം വസതിയിൽ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇഡി അദ്ദേഹത്തിനുള്ള തെരച്ചിൽ പോലും നടത്തേണ്ട സാഹചര്യം, പിന്നീട് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കേണ്ടതിലേക്കൊക്കെ എത്തുന്നു. അപ്പോഴാണ് അദ്ദേഹം പുറത്തു വന്നത്. പിന്നീട് അടിയന്തര യോഗം ചേരുന്ന വാർത്തകളാണ് വരുന്നത്. ഇപ്പോൾ ഭാര്യ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും എന്നത് ഉറപ്പിക്കാമോ? ജാർഖണ്ഡിൽ നിർണായകമായ ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു. ഹേമന്ത് സോറനെ ഇഡി അറസ്റ്റ് ചെയ്യും എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഭാര്യ കൽപ്പന സോറൻ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരവും വരുന്നത്. നിലവിൽ കൽപ്പന സോറൻ MLA അല്ല, പക്ഷേ അവരെ മത്സരിപ്പിക്കാനുള്ള സാധ്യതകൾ അതെല്ലാം ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ്. മുഖ്യമന്ത്രി മാറും എന്നുള്ളതിൻ്റെ ഏറെക്കുറെ സ്ഥിരീകരിച്ച വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. 4:30 ഹേമന്ത് സോറന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നുള്ളതാണ് നേരത്തെ പറഞ്ഞത്. അല്പസമയത്തിനകം ആ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ പ്രഖ്യാപനവും അദ്ദേഹം നടത്താനുള്ള സാധ്യതയുണ്ട്. ജാർഖണ്ഡിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ഇഡി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ കൽപ്പന സോറനെ ജെഎംഎം മുഖ്യമന്ത്രിയാക്കും എന്ന റിപ്പോർട്ട് വരുമ്പോൾ ആരാണ് കൽപ്പന സോറൻ എന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. 2019 ഹേമന്ത് സോറൻ ജാർഖണ്ഡിൽ മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തപ്പോൾ ഭാര്യ കൽപ്പന സോറനോട് മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയത്തിലിറങ്ങുന്നുണ്ടോ എന്ന് തിരക്കി. എഞ്ചിനീയറിംഗ് ബിരുദവും MBAയുമുള്ള കൽപ്പന അന്ന് വ്യക്തമായ മറുപടി നൽകിയില്ല. എന്നാൽ ഇഡി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൽപ്പനയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് അവരോധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ നിയമസഭാംഗമല്ലാത്ത കൽപ്പനയ്ക്ക് മത്സരിക്കാനായാണ് ഗാന്ധേ മണ്ഡലത്തിൽ നിന്നുള്ള MLA സർഫറാസ് അഹമ്മദ് രാജിവെച്ചതെന്നാണ് വിവരം. ഗാന്ധേ സീറ്റ് ഒഴിഞ്ഞുകിടക്കുകയാണെന്ന് ജാർഖണ്ഡ് നിയമസഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനമിറക്കിയ സ്ഥിതിക്ക് 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കണം. ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ റായ്രംഗ്പൂരിൽ നിന്നുള്ള കൽപ്പന 2006 ഫെബ്രുവരിയിലാണ് ഹേമന്ത് സോറനെ വിവാഹം ചെയ്തത്. മയൂർഭഞ്ചിൽ നിന്നുള്ള രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൽപ്പനയ്ക്ക് അടുത്ത സൗഹൃദമുള്ളതിനാലാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡ് മുക്തി മോർച്ച മുർമുവിനെ പിന്തുണച്ചതെന്ന് പോലും പറയപ്പെടുന്നു. രാഷ്ട്രീയത്തിൽ പരസ്യമായി ഇടപെടുന്നില്ലെങ്കിലും സ്ത്രീ ശാക്തീകരണം, ആദിവാസി ഉന്നമനം തുടങ്ങിയ വിഷയങ്ങളിൽ കൽപ്പന സോറൻ പല അഭിമുഖങ്ങളിലും തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ജൈവ കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഒരു സ്കൂൾ നടത്തുകയും ചെയ്യുകയാണ് ഇപ്പോൾ കൽപ്പന. റിസർച്ച് ഡെസ്ക് 24. ജെഎംഎമ്മിന്റെ അടിയന്തര നിയമസഭാ കക്ഷിയോഗം റാഞ്ചിയിൽ പുരോഗമിക്കുകയാണ്. ഇഡി അറസ്റ്റ് ചെയ്താൽ ഭാര്യ കൽപ്പന സോറൻ മുഖ്യമന്ത്രിയായേക്കും എന്നുള്ളതാണ് സൂചന. ആർ രാധാകൃഷ്ണനിലേക്ക്. ആർ കെ, കൽപ്പന സോറൻ മുഖ്യമന്ത്രിയാകും എന്നത് നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയുമോ? എപ്പോഴാണ് വാർത്താ സമ്മേളനം? അതിൽ ഈ പ്രഖ്യാപനം ഉണ്ടാകുമോ? കഴിഞ്ഞ 30 മണിക്കൂറായിട്ട് ഇഡി പറഞ്ഞതനുസരിച്ച് പ്രത്യക്ഷനായിരുന്നു അദ്ദേഹം. ഇന്ന് എന്നാൽ പ്രത്യക്ഷനാവുകയും MLA-മാരുടെ യോഗം വിളിക്കുകയും ചെയ്തു. നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് അവിടെ നിന്ന് അറിയാനും മനസ്സിലാക്കാനും സാധിക്കുന്നത് നിയമസഭാ കക്ഷി യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്, അഥവാ ഹേമന്ത് സോറൻ അഭ്യർത്ഥിച്ചത് ഭാര്യ കൽപ്പന സോറനെ നിയമസഭാ കക്ഷി നേതാവായി തനിക്കെതിരെയുള്ള ആക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ ഇഡി കർശനമാക്കിയ സാഹചര്യത്തിൽ തെരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. അത് നിയമസഭാ കക്ഷി അംഗീകരിച്ചു എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നത്. ഇതനുസരിച്ച് 4:30 മണിക്ക് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരും. ഇതിൽ രാഷ്ട്രീയമായിട്ട് ഹേമന്ത് സോറനെ സംബന്ധിച്ച് നിലവിലുള്ള അവസ്ഥയിൽ മറ്റാരെയെങ്കിലും മുഖ്യമന്ത്രി പദം ഏൽപ്പിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഈ പ്രതികൂല അവസ്ഥയിൽ താല്പര്യമില്ല. കാരണം 2024 നവംബർ വരെ മാത്രമാണ് ജാർഖണ്ഡിൽ ഈ സർക്കാരിന് തുടരാനായിട്ട് സാധിക്കുക. ആ കാലയളവിൽ പ്രത്യേകിച്ച് ഈ അന്വേഷണം അടക്കമുള്ളവ വലിയ ശക്തമായിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ആ സ്ഥാനം മറ്റാർക്കെങ്കിലും ഏൽപ്പിച്ചാൽ അത് രാഷ്ട്രീയമായിട്ട് തനിക്ക് വലിയ തിരിച്ചടിയാകും. വ്യക്തിപരമായിട്ടുള്ള നഷ്ടങ്ങളുടെ ആക്കം അത് കൂട്ടുകയും ചെയ്യും എന്ന് ഹേമന്ത് സോറൻ കരുതുന്നു. ഈ സാഹചര്യത്തിലാണ് ഭാര്യയെ തന്നെ മുഖ്യമന്ത്രിയാക്കി നിയമിച്ച് ഉള്ള ഒരു ലക്ഷ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. 2 ഘടകകക്ഷികളാണ് അവിടെ ഉള്ളത്, കോൺഗ്രസും RJDയും. കോൺഗ്രസിനോടും RJDയോടും അതിന്റെ ഉന്നത നേതൃത്വത്തോട് സംസാരിച്ചുകൊണ്ട് ഈ നീക്കത്തിനൊരു അംഗീകാരം മേടിച്ചിട്ടുണ്ട് എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതായാലും 4:30 മണിയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകും. അല്പസമയത്തിനകം അതിൽ പ്രഖ്യാപനം ഉണ്ടാകും. ഔദ്യോഗികമായി തന്നെ വാർത്താ സമ്മേളനം നടത്തും എന്നുള്ളതാണ്.
വിവരം.